Hello dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AECT ബികോം ഹിന്ദിയെ പറ്റിയാണ്. ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി ബികോം ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദി സിലബസിനെ മീരാബായി എഴുതിയിട്ടുള്ള പദങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഹിന്ദി പോയംസ് റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ലേഖികയെ പറ്റി നോക്കാം. मीराबाई എന്നതാണ് ലേഖികയുടെ പേര്. अन्य मध्यकालीन कवियों की तरह मीराबाई के जन्म और मृत्यु काल के साथ साथ जन्म स्थान के बारे में भी पर्याप्त विवाद और मतभेद है, जिसे चौकड़ी या कुटकी गांव कहा जाता है। वह मेड़ता के राजा राव दुदाजी के 14 पुत्र रत्न सिंह की इकलौती संतान थी। मीराबाई का बचपन का नाम बेमल था और बाद में उनका नाम मीराबाई पड़ा। एक साधु द्वारा लाई गई गोपाल जी की प्रतिमा को बालिका मीरा ने स्वप्न के निर्देशानुसार अपना आराध्य प्रियतम मान लिया. അതായത് മറ്റു മധ്യകാല കവികളെ പോലെ തന്നെ മീരാബായിയുടെ ജനനത്തെയും മരണകാലത്തെയും അതുപോലെ തന്നെ ജനന സ്ഥലത്തെയും കുറിച്ച് വിവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥാനം ചൗക്കടി അല്ലെങ്കിൽ കുട്ക്കി എന്നുള്ള ഗ്രാമങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. മേർത്തയിലെ രാജാവായ റാവു ദൂതാജിയുടെ 4ാമത്തെ പുത്രൻ രത്നസിംഗിന്റെ ഏക മകളായിരുന്നു അവൾ. മീരാബായിയുടെ ബാല്യകാല പേര് പേമൽ എന്നായിരുന്നു. പിന്നീട് അവരുടെ പേര് മീരാബായി എന്നായി മാറി. ഒരു സാധു കൊണ്ടുവന്ന ഗോപാൽജിയുടെ പ്രതിമയെ ബാലികയായ മീര സ്വപ്നത്തിലെ നിർദ്ദേശപ്രകാരം തന്റെ ആരാധനാമൂർത്തിയായ പ്രിയനായി സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. उनका विवाह महाराणा सांगा के पुत्र भोजराज के साथ हुआ था। युवावस्था में ही राजा भोजराज के एक युद्ध में वीरगति प्राप्त करने के बाद मीरा विधवा हो गई और अपना पूरा समय साधु संतों की संगति तथा गोपाल की भक्ति में बिताने लगी. राजकुमार या उनके परिवार को उनका यह जीवन असह्य लगा, जिसके कारण उनके जीवन में यातनाओं और संघर्षों का सिलसिला शुरू हुआ. उन्हें मारने के लिए पिटारी में सांप बेचने और विष का प्याला पिलाने जैसे प्रयास किए जाने की कहानियां प्रचलित है. संवत 1591 में तंग आकर मीरा ने मेवाड़ का राजगृह त्याग दिया और अपने पीहर मेड़ता आ गई. चाचा वीरमदेव के युद्ध में हार जाने के बाद उन्होंने वृंदावन और द्वारिका जैसे तीर्थों की राह पकड़ी, जहां चैतन्य संप्रदाय के जीव गोस्वामी सहित अनेक कृष्ण भक्त कवियों से उनका परिचय हुआ. അതായത് മഹാറാണ സാംഗയുടെ പുത്രനായ ഭോജ്രാജുമായാണ് അവരുടെ വിവാഹം നടന്നത്. യുവാവസ്ഥയിൽ തന്നെ ഒരു യുദ്ധത്തിൽ രാജാവ് ഭോജ്രാജ് വീരമൃത്യു വരിച്ചതിനെ തുടർന്ന് മീര വിധവയാവുകയും തന്റെ മുഴുവൻ സമയവും സാധു സന്തങ്ങളുടെ സംസർഗത്തിലും ഗോപാലന്റെ ഭക്തിയിലുമായി ചിലവഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. രാജകുടുംബത്തിന് അവരുടെ ഈ ജീവിതം അസഹനീയമായി തോന്നി. അതുകാരണം അവരുടെ ജീവിതത്തിൽ പീഡനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പരമ്പര ആരംഭിച്ചു. അവരെ വധിക്കാനായി പെട്ടിയിൽ പാമ്പിനെ അയക്കുക, വിഷം നൽകുക തുടങ്ങിയ ശ്രമങ്ങൾ നടത്തിയതായി കഥകൾ പ്രചാരത്തിലുണ്ട്. സംവത് 1591 പൊറുതിമുട്ടിയ മീര മേവാറിലെ രാജഭവനം ഉപേക്ഷിച്ച് തന്റെ സ്വന്തം നാടായ മേർത്തയിലേക്ക് വന്നു. മാതുലനായ അതായത് അമ്മാവനായ വീരമദേവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം അവർ വൃന്ദാവൻ, ദ്വാരക തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ചൈതന്യ സമ്പ്രദായത്തിലെ ജീവ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള നിരവധി കൃഷ്ണഭക്തരായ കവികളെ അവർ പരിചയപ്പെട്ടു. उन्होंने अपने जीवन के शेष दिन द्वारिका में रणछोड़ जी के मंदिर में बिताए. उनके द्वारा रचित पदों की संख्या 200 से ऊपर है. मीरा की भाषा में गुजराती, ब्रज भाषा और राजस्थानी का पुट मिलता है. അവർ തന്റെ ജീവിതത്തിലെ ബാക്കി ദിവസങ്ങൾ ദ്വാരകയിലെ റൺഷോഡ്ജി ക്ഷേത്രത്തിലാണ് ചിലവഴിച്ചത്. അവർ രചിച്ച പദങ്ങളുടെ സംഖ്യ 200-ന് മുകളിലാണ്. മീരയുടെ ഭാഷാ ശൈലിയിൽ ഗുജറാത്തി, ബ്രജ്, രാജസ്ഥാനി എന്നിവയുടെ സ്വാധീനം നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. ഇനി പദങ്ങളെ പറ്റിയാണ് നോക്കാനുള്ളത്. നമുക്ക് 2 പദമാണ് വരുന്നത്. ടെക്സ്റ്റിൽ തന്നെ പതിന്റെ വ്യാഖ്യ കൊടുത്തിട്ടുണ്ട്, അതുകൂടി നമ്മൾ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പദ്, അതിന്റെ വ്യാഖ്യ, അതിനോടൊപ്പം ഇവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള വേർഡ് മീനിങ്സ്,
നമ്മൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ പദം ഒന്ന് വായിച്ചു നോക്കാം. मेरो मन राम ही राम रटे, राम नाम जप लीजै प्राण, कोटि पाप कटे, जन्म जन्म के घत जू पुराने, नाम ही लेत फटे, कनक कटोरे इमारत, भरियो पीवत पूर्ण नटे, मीरा के प्रभु हरि अविनाशी तन मन ताही पटे. इन നമുക്ക് വ്യാഖ്യാനം ഒന്ന് വായിച്ചു നോക്കാം. मेरा मन तो राम ही राम का जप करता है, प्राणों से राम राम जपने से करोड़ों पाप भी कट जाते हैं, जैसे पुराने कागज हाथ में लेते ही फट जाते हैं. सोरे से कटोरे में अमृत भरा हुआ है, उसको वही पी सकता है जो ज्ञानी है. मीरा के प्रभु अगम अगोचर अविनाशी है, मेरा तन मन उसी को सुपुर्द है. ഇവിടെ എന്താണ്? മേരോ മൻ രാം ഹി രാം രട്ടൈ. മേരോ മൻ എന്റെ മനസ്സ്, മേരാ മൻ എന്നുള്ളതാണ്. രാം ഹി രാം രട്ടൈ. രട്ടൈ എന്ന് പറഞ്ഞാൽ രട്ടന. രട്ടന എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റ് ചെയ്യുക. അതായത് എന്റെ മനസ്സ് എപ്പോഴും രാം എന്ന് പറയുന്ന ആ ഒരു നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാം എന്തുകൊണ്ട് ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്? രാം നാം ജപ് ലീജൈ പ്രാൺ, കോട്ടി പാപ് കട്ടെ. എന്താണ്? പ്രാണൻ കൊണ്ട്, അതായത് മനസ്സുകൊണ്ട്. രാം നാം, രാമനാമം ജപിക്കുമ്പോൾ, ജപ് ലീജൈ എന്ന് പറഞ്ഞാൽ ജപിക്കുക എന്നുള്ളതാണ്. അതായത് പ്രാണൻ കൊണ്ട് രാമനാമം ജപിക്കുമ്പോൾ, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉള്ളറിഞ്ഞ് രാമനാമം ജപിക്കുമ്പോൾ കോട്ടിക് പാപ് കട്ടെ. കോട്ടിക് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് പാപങ്ങൾ നശിച്ച് ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. ജനം ജനം കെ, ജനം ജനം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഖത് ജൂ പുരാനെ. ഖത് എന്ന് പറയുന്നത് കണക്ക് പുസ്തകങ്ങളെയാണ്, അതായത് പാപങ്ങളുടെ കണക്ക് പുസ്തകമാണ് ഉദ്ദേശിക്കുന്നത്. പുരാണി എന്ന് പറഞ്ഞാൽ പഴയത്, അതായത് ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങളുടെ പഴയ കണക്ക് പുസ്തകങ്ങൾ. രാം നാം ഹി ലേത്തെ ഫട്ടെ. നാം ഹി ലേത്തെ, നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ, അതായത് രാമനാമം ഉച്ചരിക്കുമ്പോൾ തന്നെ ഫട്ന. ഫട്ന എന്ന് പറഞ്ഞാൽ കീറിപ്പൊളിയുക. അതായത് നമ്മളുടെ കണക്ക് പുസ്തകം, നമ്മുടെ പാപങ്ങളുടെ കണക്ക് പുസ്തകം രാമനാമം ജപിക്കുന്നതോടുകൂടി തന്നെ കീറി ഇല്ലാതാകുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്. ഇനി കനക് കട്ടോറി ഇമരത് ഭരിയോ പീവത് കുണ് നട്ടേ. ഇവിടെ എന്താണ്? കനക് കട്ടോറി എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ ഒരു കിണ്ണം അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു പാത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇമിറത് എന്ന് പറഞ്ഞാൽ അമൃത്, ഘർണ നിറഞ്ഞിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്വർണ്ണ കിണ്ണത്തിൽ അമൃത് നിറഞ്ഞിരിക്കുകയാണ്. പീവത്ത് കൂൺ നട്ടേ. പീവത്ത് അത് കുടിക്കാൻ, കൂൺ കാൻ ആർക്കാണ്? നട്ടേ. നട്ടേ എന്ന് പറഞ്ഞാൽ റഫ്യൂസ് ചെയ്യുക. അതായത് ആ സ്വർണ്ണക്കിണ്ണത്തിൽ അമൃത് നിറഞ്ഞിരിക്കുകയാണ്, അത് കുടിക്കാൻ ഇഷ്ടമല്ലാത്തത് ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അമൃത് എന്നതുകൊണ്ട് ഈശ്വരനിലുള്ള ഭക്തി, അദ്ദേഹത്തിന്റെ അനുഗ്രഹം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മീരാക്കെ പ്രഭു ഹരി അവിനാശി തനുമന് താഹി പട്ടേ. മീരാഭായിയുടെ പ്രഭു ഭഗവാനാകുന്ന ഹരി, ആ ഒരു രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ, ആരായാലും കൃഷ്ണഭക്തയാണ്. അപ്പോ കൃഷ്ണനാണ് ഹരി. അവിനാശി, അവിനാശി വിനാശമില്ലാത്തവൻ, അതായത് നാശമില്ലാത്തവൻ എന്നതാണ് ഉദ്ദേശിക്കുന്നത്. തനുമന് താഹി പട്ടേ, എന്റെ ശരീരവും മനസ്സും അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്നു. താഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, പട്ടേ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക. തനുമന് താഹി പട്ടേ, എന്റെ ശരീരവും മനസ്സും അദ്ദേഹത്തിന് അർപ്പിച്ചിരിക്കുന്നു. പട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റ് ചെയ്യുക, അർപ്പിക്കുക എന്നതാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പദ് വരുന്നത്. ഇനി ഇവിടെ വന്നിട്ടുള്ള മെയിൻ വേർഡ് മീനിങ്സ് നമ്മൾ ഇതേ അടുത്ത സ്ലൈഡുകളിലായി കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പദം നോക്കാം. ബാല മെയിൻ വൈരാഗൺ ഹൂങ്കി, ജിഹി ജിഹി ലേക്ക് മേരോ സാഹബ് റീച്ചൈ, सोई सोई भेंट करूंगी, सील संतोष धरूं घर भीतर, समता पकड़ रहूंगी, प्रेम प्रीति सोम हरि गुण गाऊं, शरणन लिपट रहूंगी, या तनकी में करूं किंगरी, रसना राम कहूंगी, मीरा के प्रभु गिरिधर नागर, साधव संग रहूंगी. നമുക്ക് ആദ്യം വ്യാഖ്യാനം ഒന്ന് വായിച്ചു നോക്കാം. हे वल्लभ स्वामी, मैं तो बैरागी बनूंगी, जिस जिस वेश से मेरे इष्ट प्रसन्न होंगे वही वही वेश धारूंगी, शील और संतोष को हृदय में रखकर समता को पकड़े रहूंगी, प्रेम भरी प्रीति से हरि के गुण गाऊंगी और उनके चरणों से लिपटी रहूंगी, इस तन का इकतारा बनाकर जिह्वा से राम राम कहूंगी,
मीरा के तो प्रभु गिरिधर नागर है, मैं तो സാധുവും കെ സംഗ് രഹൂങ്കി. ഇവിടെ എന്താണ്? ബാല ഹേ വല്ലഭ് സ്വാമി എന്നാണ് വിളിക്കുന്നത്. ബൈരാഗൺ ഹൂങ്കി, ഞാൻ ബൈരാഗൺ. ബൈരാഗൺ എന്ന് പറഞ്ഞാൽ നൺ എന്നുള്ള മീനിങ് ആണെന്ന് നമുക്ക് പറയാം. വൈരാഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ ഇഹലോകത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്ന് മോചിതമായത്. അപ്പൊ ബൈരാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹലോകത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്ന് മോചിതമായ അല്ലെങ്കിൽ നൺ എന്നുള്ള രീതിയിൽ ഞാനൊരു നണ്ണായി മാറാണ്, അല്ലെങ്കിൽ ഞാനൊരു സന്യാസിനിയാവാൻ തയ്യാറാണ്. ജിഹി ജിഹി ലേ മേരോ സാഹബ് ഗീഛേ. ജിഹി ജിഹി വിച്ചവർ അല്ലെങ്കിൽ ഏതൊക്കെയാണോ, ലേക്ക് ലേക്ക് എന്ന് പറഞ്ഞ രീതിയാവാം, വേ അല്ലെങ്കിൽ ഏത് മാർഗമാണോ, മേരോ സാഹബ് റീച്ചേ. മേരോ സാഹബ്, സാഹബ് എന്ന് പറഞ്ഞാൽ മുതലാളി, എന്റെ യജമാനൻ എന്നാണ്. ഇവിടെ ദൈവത്തെയാണ്. എന്റെ ദൈവത്തിന് ഏത് വഴിയാണോ റീച്ചേ, റീച്ചേ എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അതായത് പ്ലീസ് ചെയ്യുക. അതായത് എന്റെ ഭഗവാന് ഏത് വഴിയാണോ, എന്താണോ അദ്ദേഹത്തെ പ്ലീസ് ചെയ്യുന്നത്, സോയി സോയി ഭേക് കരുങ്ങി. സോയി സോയി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ. ഭേക് കരുങ്ങി, ഭേക് എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് എന്നുള്ള മീനിങ് ഒക്കെയാണ്. അപ്പിയറൻസ് അല്ലെങ്കിൽ അറ്റയർ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അതായത് എന്റെ യജമാനന്, എന്റെ ഭഗവാന് ഏതാണോ ഇഷ്ടമുള്ള മാർഗം അല്ലെങ്കിൽ രൂപം, അതുപോലെ തന്നെ ഞാൻ എന്നെ മാറ്റിയെടുക്കും. സീൽ സന്തോഷ് ധരും ഘർ ഭീത്തർ സമതാ പകഡ് രഹൂങ്കി. സീൽ സന്തോഷ് എന്ന് പറയുമ്പോൾ സീൽ എന്ന് പറഞ്ഞാൽ മോഡസ്റ്റി അല്ലെങ്കിൽ ഗുഡ് ക്യാരക്ടർ എന്നുള്ളതാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. ധരു ധരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. എവിടെ മെയിൻറ്റെയിൻ ചെയ്യൂ? ഘർ ഭീത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അർത്ഥം വരുന്ന വീടിന്റെ ഉള്ളിൽ. ഇവിടെ മനുഷ്യന്റെ ശരീരമാകുന്ന വീടിലെ മനസ്സിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും? ശീലവും സന്തോഷവും ഞാൻ വളർത്തിയെടുക്കും, അല്ലെങ്കിൽ അതിനെ കാത്തു സൂക്ഷിക്കും. സമത പക്കട്ട് രഹൂങ്കി, അതുപോലെ തന്നെ സമത, ഇക്വാലിറ്റിയെ ഞാൻ മുറുകെ പിടിക്കുമെന്നാണ് പറയുന്നത്. പ്രേം പ്രീതി സൂം ഹരിഗുണ ഗാവു ചരണൻ ലിപ്പട്ട് രഹൂങ്കി. പിന്നെന്താണ്? പ്രേം പ്രീതി സൂം ഹരിഗുണ ഗാവും, പ്രേമത്തോടും പ്രീതിയോടും ഭഗവാനോടുള്ള ഇഷ്ടത്തോടു കൂടി ഹരിഗുണ ഗാവും, ഹരിഗുണ, ഹരിയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗുണങ്ങളെ പറ്റി ഞാൻ പാടും. ചരണൻ ലിപ്പട്ട് രഹൂങ്കി, അദ്ദേഹത്തിന്റെ ചരണങ്ങളിൽ തന്നെ അല്ലെങ്കിൽ പാദങ്ങളിൽ തന്നെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാദങ്ങളിൽ നിൽക്കുക അല്ലെങ്കിൽ പാദങ്ങളിൽ കിടക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനടുത്ത് തന്നെ, അദ്ദേഹത്തെ വിട്ടുപോകാതെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യാ തനിക്ക് മേൻ കരു കിങ്കരി രസന റാം കഹൂങ്കി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് മേ കറും കിങ്കരി, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, മേ കരു ഞാൻ ആക്കി മാറ്റും. എന്താക്കി മാറ്റും? കിങ്കരി. കിങ്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കുതാറ എന്ന് പറയുന്ന, ഇപ്പൊ ഈ പിക്ചറിൽ കണ്ട മനസ്സിലാവും, വീണ പോലുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. എന്റെ ശരീരത്തെ തന്നെ ഞാനൊരു ഇക്കുതാരയാക്കി മാറ്റിയിട്ട് രസന റാം കഹൂങ്കി. രസന എന്ന് പറഞ്ഞാൽ ടങ്, നമ്മുടെ എന്റെ നാക്ക് കൊണ്ട് ഞാൻ എപ്പോഴും രാമനെ തന്നെ പാടിക്കൊണ്ടിരിക്കും. അതായത് ഇക്കുതാരയാവുന്ന ശരീരത്തിലെ എന്റെ നാക്ക് എപ്പോഴും രാമനെ വേണ്ടി തന്നെ പാടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. മീര കെ പ്രഭു ഗിർധർ നാഗർ സാധവ് സംഗ് രഹൂങ്കി. അതായത് മീരയുടെ പ്രഭു ഗിരിധർ നാഗറാം. നാഗർ എന്ന് പറയുമ്പോൾ ക്ലവർ അല്ലെങ്കിൽ ചാർമിങ് എന്നൊക്കെ പറയും. ഗിരിധർ എന്ന് പറയുമ്പോൾ ഗോവർദ്ധനം എടുത്തു പൊക്കിയ ആളാണ് കൃഷ്ണൻ എന്നാണ് മിത്ത്. അതായത് മീരയുടെ യജമാനൻ ഗോവർദ്ധന പർവ്വതം വരെ എടുത്തു പൊക്കിയ അത്രയും ചാർമിങ് ആയിട്ടുള്ള ഭഗവാനാണ്. അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് അവൾ എപ്പോഴും സാധവ് സംഗ്രഹുങ്കി, സാധുക്കളുടെ അല്ലെങ്കിൽ സന്യാസിമാരുടെ, പ്യുവർ ആയിട്ടുള്ള ആൾക്കാരുടെ സംഘ, അവരോടൊപ്പം തന്നെ കഴിയും എന്നാണ് പറയുന്നത്. ഈ പതിൽ വരുന്ന വേർഡ് മീനിങ്സ് നമ്മൾ അടുത്ത സ്ലൈഡുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് പദം ഇതാണ്. ആദ്യം പദം ഒന്ന് വായിക്കാം, എന്നിട്ട് മീനിങ് നോക്കാം. मेरो मन राम ही राम रटई, राम नाम जब लीजै प्राण, कोटिक पाप कटई, जन्म जन्म के खत जू पुराने, नाम ही लेत फटे, कनक कटोरे इमारत भरियो पीवत कून नटे, मीरा के प्रभु हरि അവിനാശി തനുമന് താഹി പട്ടൈ. ഇവിടെ പറയുന്നത് മീരയുടെ മനസ്സെപ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. രാമനാമം ഭക്തിയോടെ ജപിക്കുന്നത് കോടിക്കണക്കിന് പാപങ്ങളെ ഇല്ലാതാക്കുന്നു. പഴയ കണക്ക് പുസ്തകങ്ങൾ കയ്യിലെടുക്കുമ്പോൾ കീറിപ്പോകുന്നത് പോലെ തന്നെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ രാമനാമം ഉച്ചരിക്കുമ്പോൾ നശിച്ചു പോകുന്നു. സ്വർണ്ണക്കിണ്ണത്തിൽ നിറഞ്ഞിരിക്കുന്ന അമൃത ആസ്വദിക്കാൻ ജ്ഞാനികൾക്ക് മാത്രമേ കഴിയുള്ളൂ. അദൃശ്യനും നാശമില്ലാത്തവനുമായ ഭഗവാനിലേക്ക് തന്റെ ശരീരവും മനസ്സും പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് മീര പറയുന്നു. ഇനി രണ്ടാമത്തെ പദം നോക്കാം. ബാല മേം ബൈരാഗിൻ ഹുഗി, ജിഹി ജിഹി ലേക്ക് മേരോ സാഹബ് റീഛെ, सोई सोई भेद करूंगी, सील संतोष घरों घर भीतर समदा पकड़ रहूंगी, प्रेम प्रीति सोम
हरि गुण गाओ चरणन लिपट रहूंगी या तनकी में करूं किंगरी रसना राम कहूंगी मीरा के प्रभु गिरधर नागर സാധൗ സംഗ് രഹൂകി. അതായത് ഏത് വേഷം ധരിച്ചാലാണോ തന്റെ ഇഷ്ടദൈവമായ പ്രഭുവിനെ തന്നെ പ്രസാദിക്കാൻ കഴിയുക ആ വേഷം താൻ സ്വീകരിക്കുമെന്ന് മീരാബായി പറയുന്നു. ശീലവും സന്തോഷവും മനസ്സിൽ സൂക്ഷിച്ചും സമഭാവനയോടെ ജീവിക്കും. സ്നേഹത്തോടെ ഹരിയുടെ ഗുണങ്ങൾ പാടുകയും അവിടുത്തെ ചരണങ്ങളിൽ പറ്റി നിൽക്കുകയും ചെയ്യും. ഈ ശരീരം ഒരു ഇക്താര മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റി നാവുകൊണ്ട് രാമനാമം ജപിക്കും. തന്റെ യഥാർത്ഥ നാഥൻ ഗിരിധരനായ ശ്രീകൃഷ്ണനാണെന്നും താൻ എപ്പോഴും സാധുക്കളുടെ കൂടെ ആയിരിക്കുമെന്നും മീര പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ 2 പദങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.